അരുൺ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് തുടങ്ങിയാൽ നേരത്തെ ഇത് മുസ്ലിം ലീഗ് നേതാക്കൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു. ഇപ്പോൾ ഇത് ലീഗ് അണികളിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നേതാക്കൾക്ക് കൈകൊടുത്ത് പിരിയാവുന്ന വളരെ ആ, ലഘുവായിട്ടുള്ളൊരു വിഷയമായി ചുരുക്കരുത് ആ വിഷയം. കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് നേരത്തെയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. ലോക്സഭയിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകേണ്ടത്. അതുകൊണ്ട് ആ, ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ജയിക്കാൻ സാധ്യതയുള്ള കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ മത്സരിക്കാൻ അനുവദിക്കണമെന്ന് ലീഗ് അത് സമ്മതിച്ചു കൊടുക്കാറുണ്ടായിരുന്നു സാധാരണഗതിയിൽ. ഈ 2024 വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ആ, അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ 2019 വരെയെങ്കിലും ആ, ലീഗിനെ കോൺഗ്രസിനെ ജയിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. കാരണം മതേതര വിഷയങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിനാണ് എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ആ, ഇന്ന് അത് സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ മോദിയുടെ നിലപാട് എന്താണ്? മോദി വളരെ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ നിലപാടിലേക്കൊന്നും പോയിരുന്നില്ല. ആ, കോൺഗ്രസും ആ നിലയിൽ ആ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ പ്രതിരോധിക്കേണ്ട വലിയ ചുമതല ഏറ്റുവാങ്ങിയിരുന്നില്ല. പക്ഷേ 2019-24 കാലഘട്ടത്തിലേക്കെന്ന് വന്നാൽ മുത്തലാഖ്, 370, പൗരത്വ വിഷയങ്ങൾ, ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും വളരെ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ നിലപാടുമായിട്ട് മോദി സർക്കാർ പോവുകയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ നിലപാടൊന്ന് പരിശോധിച്ച് നോക്കൂ. കോൺഗ്രസ്സിന് അതിനെ ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എതിർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ ന്യൂനപക്ഷ മതേതര പ്ലാറ്റ്ഫോമുകളിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗ് പറയുകയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് മതേതര നിലപാട് പാർലമെൻറ്റിൽ എടുത്തോളും എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തയ്യാറല്ല, ലീഗ് അണികൾ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് മാത്രമല്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ പാർലമെൻറ്റിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ പാർട്ടികൾ തന്നെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ഉയരുന്നത് ലീഗ് നേതാക്കളിൽ നിന്നല്ല, ലീഗ് അണികളിൽ നിന്നു പോലുമല്ല, മുസ്ലിം ബഹുജന സാമാന്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നോക്കൂ, കഴിഞ്ഞ ദിവസം സുപ്രഭാതം ദിനപത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ ഇക്ബാൽ വാവാട് എന്ന് പറഞ്ഞ ആൾ എഴുതിയ ലേഖനത്തിൻ്റെ ഒരു 3 വരി ഞാൻ വായിക്കാം. അത്തരത്തിൽ ഒരു സാധ്യതയിലേക്ക് പോയാൽ, അതായത് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാധ്യതയിലേക്ക് പോയാൽ ചരിത്രത്തിൽ പുതു അധ്യായം രചിക്കുന്നതിനപ്പുറം അർഹമായത് നേടിയെടുക്കാൻ ലീഗ് മുൻഗാമികൾക്കൊപ്പം എന്ന ഖ്യാതിയും ലഭിക്കും. കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്താനും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് സ്വീകരണം നൽകാനുമുള്ള ടീമായി മാത്രം ലീഗ് ചുരുങ്ങിയാൽ അതൊരു ഒരു രാഷ്ട്രീയ പ്രചരണ ബോഡിയായി മാത്രം മാറും, പാർട്ടിയുടെ സ്വത്വം അന്യമാവുമെന്നാണ്. കേരളം വിട്ടാൽ നിറം മാറുന്ന കോൺഗ്രസ് മുസ്ലിം വിഷയങ്ങളിൽ ഏതു പരിധിവരെ ഇടപെടുമെന്നത് ബാബറി മസ്ജിദ് അടക്കമുള്ള സമീപ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിം പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടാനും ശബ്ദമുയർത്താനും പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്, അത് പ്രധാന ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഇത് സമസ്തയുടെ ആവശ്യമായി വരുന്നത്, മുസ്ലിം സാമാന്യത്തിൻ്റെ ആവശ്യമായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചു, ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരത്തിനോ സാധ്യതയില്ല എന്നുള്ളത്. പക്ഷേ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഒരു സമുദായ സ്വത്വം നഷ്ടപ്പെടും എന്നുള്ള ചിന്താഗതി അവിടെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. നിങ്ങൾ മത്സരിക്കുവോ ഇല്ലയോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ മുസ്ലിം സ്വത്വം ചിന്തിക്കുന്നത് നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വടകര, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം എന്നീ ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ചാൽ എന്തായിരിക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം, ലീഗിൻ്റെ വോട്ട് ശതമാനം എന്നെ സംബന്ധിച്ച ഒരു സ്വതന്ത്ര പരിശോധന സമീപകാലത്ത് നടന്നിട്ടില്ല. അപ്പോൾ മലബാറിൽ നമുക്കറിയാവുന്നതുപോലെ കാസർഗോഡ് നിന്ന് പാലക്കാട് വരെ എടുത്താൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി UDF-ലെ ഒറ്റക്കക്ഷി ലീഗാണ്. ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും പറക്കുന്നത് ലീഗിൻ്റെ കൊടിയാണ് എന്ന്. അത്ര
ആത്മവിശ്വാസം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? ലീഗ് മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? 15. അപ്പോൾ അത് ഇപ്പോൾ CPM-ന്റെ സ്ട്രൈക്ക് റേറ്റും CPI-യുടെ സ്ട്രൈക്ക് റേറ്റും നോക്കിയാൽ ഇപ്പോൾ ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റുമായി ചേർന്ന് നിൽക്കും. പക്ഷെ അത് ഭരണത്തിൽ വരുമ്പോഴാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഉയർന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ മുഴുവൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള സമയമായി എന്ന ചിന്താഗതി ആ പാർട്ടിക്കുള്ളിലുണ്ട്. ആ ചിന്താഗതി ഒരു സംഘടനാ തീരുമാനമായി വരുമോ എന്ന കാര്യം എനിക്കറിയില്ല. സുജയ, Meet the editors.